ലീഡ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു. 6 മാസത്തോളം ശേഖരിച്ച മിഠായി കവറുകൾ എന്തു ചെയ്യണമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച കവറുകൾ തരംതിരിച്ച് മിഠായി കവറുകൾ മാത്രം എടുത്താണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം 100 കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് 30 അടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത്. ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത്. ഇത്രയും അധികം മിഠായി കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിന്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പാൾ ശ്രീജേഷ്, സീഡ് കോർഡിനേറ്റർ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു. വെറും ക്രിസ്മസ് ട്രീ അല്ല അത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പഴകിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് കളഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ, പ്രത്യേകിച്ച് മിഠായി കടലാസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കവറുകൾ, അതിൻ്റെയൊക്കെയും ഭാഗം ശേഷിപ്പുകൾ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. ഒരുപാട് മിഠായി കടലാസുകൾ തന്നെ, മിഠായിയുടെ കടലാസ് തന്നെ ഒരുപാടുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ. അവിടെ തന്നെ ലേസിൻ്റെ കവറുകൾ, അത്തരം പ്ലാസ്റ്റിക്കിൻ്റെ എമൗണ്ട് വളരെ വലുതാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഭീകരത എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്ക് ട്രീ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയി, തൃശ്ശൂരിൽ ക്രിസ്മസ് ഒക്കെ എവിടെ എത്തി? ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കുറേ വെറൈറ്റി ക്രിസ്മസ് ട്രീകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റി ക്രിസ്മസ് കേക്കുകളൊക്കെ അണിയറയിൽ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ക്രിസ്മസ് ട്രീ അതൊരു പലതരത്തിലുള്ള ക്രിസ്മസ് ട്രീ കണ്ടിട്ടുണ്ടെങ്കിലും മിഠായി കവർ കൊണ്ടൊരു ക്രിസ്മസ് ട്രീ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഇത് കുട്ടികൾക്കൊരു ബോധവൽക്കരണം എന്നുള്ള രീതിക്കാണ് പ്രധാനമായും ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് മിഠായി കഴിക്കുക എന്ന് പറയുന്നത്. ആ മിഠായി കഴിക്കുമ്പോൾ പല കുട്ടികളും ഓർക്കുന്നില്ല ഈ മിഠായി കഴിച്ച ശേഷം ഈ പ്ലാസ്റ്റിക് കവർ ബാലൻസ് വരുന്നു, അത് എത്രത്തോളം പ്രകൃതിയെ ബാധിക്കുന്നു, അത് ഡീഗ്രേഡ് ചെയ്യാൻ എളുപ്പമല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം തന്നെ ഒന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം എത്രത്തോളം പ്ലാസ്റ്റിക് മിഠായി കഴിച്ച് മാത്രം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രധാനമായും ഈ ഒരു ക്രിസ്മസ് കാലത്ത് അധ്യാപകർ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ചന്ദ്രാപ്പനി സ്കൂളിലും നടന്നിരിക്കുന്നത്. എന്തായാലും അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ട്രീ ആണെങ്കിൽ പോലും അത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കാനും ഇടയാക്കിയ കാരണം എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെ ഒരു ബോധവൽക്കരണം, അതിനോടൊപ്പം തന്നെ ഭാവി തലമുറയെ ഒന്ന് ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധം ഉണ്ടാക്കി അതെങ്ങനെ സംസ്കരിക്കാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകുക കൂടിയാണ് സ്കൂൾ അധികൃതർ ചെയ്യുന്നത്.